ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നില്ലേ? മിണ്ടാ നിക്കടി. ഇതെന്താടാ ഗിരി? ഞാൻ കുറെ സംസാരിച്ച് നോക്കിയമ്മേ. ഇവരെ ഗോപാൽജി വീട്ടിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല. ഗോപാൽജി തീരുമാനിച്ച കല്യാണത്തിന് സമ്മതിക്കാത്തതിന് സഞ്ജുവിനെ ഗോപാൽജി വീട്ടിൽ നിന്ന് പുറത്താക്കി. അതെങ്ങനെ ശരിയാവും? അത് തന്നെയാണ് ഞാനും ചോദിച്ചത് ആന്റി. ആ ശാലിനിയാണ് എനിക്കെതിരെ ഡാഡിയെ തിരിപ്പിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആ സാരമില്ല, ഞാൻ കേസ് കൊടുത്ത് എല്ലാത്തിനും കോടതി കയറ്റും. എന്നിട്ട് എനിക്ക് അവകാശപ്പെട്ട് ഞാൻ വാങ്ങിയെടുക്കും. എടാ, ആ വക്കീൽ കൊടുക്കാനുള്ള ഫീസുകൾ നിന്റെ കയ്യിലുണ്ടോ? ഇല്ല. ആ ബെസ്റ്റ്. ഗോപാൽജി ഇറക്കി വിട്ടപ്പോ ഇവര് പെരുവഴിയിലേക്ക് പോട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അമ്മ ഒരു നിലവിളക്ക് കത്തിച്ചോണ്ടുവാ. ചെല്ലമ്മേ. ഇതെന്ത് പറ്റി സ്വപ്നെ? പൊതുവേ നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം കൃത്യമായിട്ട് നടക്കാറുണ്ടല്ലോ. ഇത്തവണ അതെല്ലാം തെറ്റിപ്പോയോ? എന്നാലും ഗോപാലിന്റെ ഇത് എന്ത് പറ്റി? ഇത്രയും നല്ലൊരു മരുമകളെ ആരെങ്കിലും വേണ്ടാന്ന് വെക്കോ? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ബെസ്റ്റ്. നീ ഇവക്ക് ചേർന്ന ഭർത്താവ് തന്നെയാ. താങ്ക് യു. സാരി മരി മരി സാദ